വികാരങ്ങളുടെ മൂർച്ചയിൽ അയാൾ തന്നിലേക്ക് ആഴ്ന്നിറങ്ങി. ഇതുവരെയില്ലാത്ത മറ്റെന്തൊക്കെയോ വികാരങ്ങൾ തന്നിൽ ഉടലെടുക്കുന്നത് അവൾ അറിഞ്ഞു. അയാളുടെ വികാരങ്ങൾ പൂർണ്ണതയിലെത്തിയതും അയാൾ അവളുടെ മേലേക്ക് തളർന്നു വീണു. ബെഡ്ഷീറ്റ് വാരി ചുറ്റി അവൾ ബാത്റൂമിലേക്ക് നടന്നു. ഷവർ ഓൺ ചെയ്ത് അതിനു ചുവട്ടിൽ നിൽക്കുമ്പോൾ മിഴിനീര് അതിനൊപ്പം ഒലിച്ചിറങ്ങി. വാതിൽ തുറന്ന് അടുക്കളയിലെത്തി അയാൾക്കൊരു ജിഞ്ചർ ടീ ഉണ്ടാക്കി അതും കയ്യിലെടുത്ത് അങ്ങോട്ടേക്ക് ചെന്നു. അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി ഒന്ന് സിപ്പ് ചെയ്തു അയാൾ. ഇത്രയും പാകത്തിന് വേറെ ആർക്കും ഇതുണ്ടാക്കാൻ അറിയില്ല പെണ്ണെ, നിനക്കല്ലാതെ എന്ന് പറഞ്ഞപ്പോൾ ഉള്ളുനൊന്ത് ഒരു ചിരി വെറുതെ പകരമായി നൽകി. എന്തൊക്കെയോ അവൾക്ക് അയാളോട് പറയാനുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ അരികിലേക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കി ഏറെ നേരം അവിടെ ഇരുന്നു. പതിവില്ലാതെ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവളെ കണ്ടു ഋഷി. അത്ഭുതത്തോടെ തിരികെ നോക്കി അവളോട് ചോദിച്ചു, തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോടോ എന്ന്. ഇരുവശത്തേക്കും തലയാട്ടി ഇല്ല എന്ന് പറയുമ്പോൾ പാതി പിടഞ്ഞു ചത്ത ഒരുപാട് വാക്കുകൾ ഉള്ളിൽ കിടന്ന് തേങ്ങുന്നുണ്ടായിരുന്നു. ഒരു സിഗരറ്റും കത്തിച്ച് ഋഷി ബാൽക്കണിയിലേക്ക് നടന്നു. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി അവൾ അവിടെ തന്നെ ഇരുന്നു. RN ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമ ഋഷിനന്ദൻ. അയാളോട് തനിക്ക് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതും അയാളുടെ ശമ്പളം പറ്റി അയാളുടെ ചിലവിൽ കഴിയുന്ന വെറും ഒരു പെണ്ണായ തനിക്ക്. സ്വർണയ്ക്ക് സ്വയം നിന്ദ തോന്നി. ആകാശത്തുകൂടി പറക്കുന്നതിനെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചതിന്. രാവിലെ ഫ്ലാറ്റിൽ നിന്ന് പോകുമ്പോൾ പതിവ് പോലെ ഒരു ചുംബനം തന്നിരുന്നു നെറ്റിയിൽ ഋഷി. ഇതൊക്കെയാ ഋഷി എന്നെ തന്നിലേക്ക് എത്തിച്ചെന്ന് അവളുടെ ഉള്ളം തേങ്ങിയപ്പോൾ. അയാൾ അവിടെ വിട്ടുപോയപ്പോൾ തളർന്നിരുന്നു പെണ്ണ്. ഓർമ്മകൾ മെല്ലെ പഴയ കാലത്തിലേക്ക് പറന്നു. വെറും ഒരു കൃഷിക്കാരന്റെ മോളായ പാവാടക്കാരിയിൽ ചെന്നു നിന്നു. കേരളത്തിന് പുറത്ത് വലിയൊരു കമ്പനിയിലാണ് ജോലിയെന്ന് പറഞ്ഞായിരുന്നു അയാൾ അന്ന് എന്നെ കാണാൻ വന്നത്. അഭിൻ. അയാൾ കാഴ്ചയിൽ സുന്ദരനായിരുന്നു. അയാളുടെ സംസാരം വളരെ ആകർഷണീയവും. എല്ലാവരും അതിൽ മയങ്ങി. കല്യാണം പെട്ടെന്നാണ് നടന്നത്. വിവാഹം കഴിഞ്ഞ ഒരാഴ്ച മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അയാളോടൊത്ത് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് അയാളുടെ തനി സ്വഭാവം മനസ്സിലായത്. ഏതോ സെക്സ് റാക്കറ്റിലെ കണ്ണിയായിരുന്നു അയാൾ. ഇതുപോലെ ഒത്തിരി പാവം പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട്. ഇത്തവണ കുരുങ്ങിയത് ഞാനാണെന്ന് മാത്രം. ഒരു അന്യന്റെ കിടപ്പറയിലേക്ക് യാതൊരു സങ്കോചവും കൂടാതെ സ്വന്തം ഭാര്യയെ അയാൾ തള്ളിവിട്ടു. വലിയൊരു ഷോക്കായിരുന്നു അത്. പിന്നീട് എല്ലാം ഒരു മരവിപ്പോടെയാണ് അറിഞ്ഞത്. എവിടേക്കെയോ കൊണ്ടുപോയി ആരൊക്കെയോ പിച്ച് ചീന്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ പൂർണ്ണമായും വിഷാദാവസ്ഥയിൽ ഒരിക്കൽ ഒരു വലിയ ഹോട്ടലിലേക്ക് എത്തിച്ചതായിരുന്നു അഭിൻ. അവിടെ ഒരു മുറിയിൽ എന്നെ ഇരുത്തി അയാൾ പോയി. പിന്നീട് അവിടേക്ക് വന്നത് മൃഗത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ആളുകളെ ഉപദ്രവിക്കാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു. ഏതോ ഒരു പണച്ചാക്ക്. പെണ്ണിനെ ഭോഗവസ്തുവായി മാത്രം കാണുന്ന ഒരുത്തൻ. നീറുന്ന അയാളുടെ സിഗരറ്റ് ദേഹത്ത് വെച്ച് പൊള്ളിക്കുമ്പോൾ നൊന്തു പിടഞ്ഞ് കരയുന്നതൊക്കെയും അയാൾക്ക് ഹരമായിരുന്നു. ആ കരച്ചിൽ കേൾക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും അയാൾ നോവിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇറങ്ങി ഓടിയത്. പാതി നഗ്നിയായി ആ ഓട്ടം അവസാനിച്ചത് ഋഷിയുടെ ദേഹത്തിടിച്ചായിരുന്നു. എൻ്റെ അവസ്ഥ കണ്ട് സഹതാപം തോന്നിയിട്ടാവണം അന്നു മുതൽ അയാൾ കൂടെ കൂട്ടിയത്. ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട അച്ഛൻ, പിന്നീട് അമ്മയും പോയപ്പോൾ വല്ലാതെ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു അയാളുടേത്. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു കൂട്ട് അതുമാത്രമായിരുന്നു. എന്നിൽ നിന്ന് അയാൾക്ക് ആവശ്യം. എന്തും തുറന്നു പറയാൻ ഒരു കൂട്ടുകാരി. എല്ലാ അർത്ഥത്തിലും. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയായി മാറി ഞാൻ. എനിക്ക് ആ അവസ്ഥയിൽ ഒരു കൂട്ടായി ഋഷിയും. ഒരു ജോലിയായിട്ട് മാത്രമേ കണക്കാക്കിയിരുന്നുള്ളൂ. അയാളെ ആപത്തിൽ സഹായിച്ച ദൈവദൂതനായിട്ടും. എന്നെ ദ്രോഹിച്ചവർക്കൊക്കെയും വലിയ അപകടങ്ങൾ സംഭവിച്ചിരുന്നു. അവരുടെ ജീവിതം പിന്നീട് നരകതുല്യമായിരുന്നു.
ആദ്യം ഒന്നും മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായി എല്ലാത്തിനും പിന്നിൽ ഋഷിയുടെ കൈകളാണെന്ന്. ഒന്നും ചെയ്യാനില്ല, തന്നെ ദ്രോഹിച്ചവരെ എന്ന് കരുതി നിസ്സഹായയായിരുന്ന ഒരു പെൺകുട്ടിയുടെ മാനം കവർന്നവരെ ശിക്ഷിച്ചവനോട് ആദ്യം ആരാധനയായിരുന്നു. പിന്നീട് എപ്പോഴോ അത് പ്രണയമായി തീർന്നു. തുറന്നു പറയാൻ ഭയമായിരുന്നു. ഒടുവിൽ മനസ്സിനെ ശാസിച്ചു നിർത്തി. തൻ്റെ യോഗ്യതക്കുറവായിരുന്നു കാരണം. ഒരിക്കൽ ഫ്ലാറ്റിൽ തലചുറ്റി വീണപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ തുടിക്കുന്നു എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. പറയാൻ പേടിയായിരുന്നു. എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അടുത്ത തലമുറ വെറുമൊരു വേശ്യയുടെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ എന്തു തോന്നുമെന്ന് അറിയില്ലായിരുന്നു. ഒപ്പം ഈ കുഞ്ഞിനെ കളയാൻ പറയുമോ എന്ന ഭയവും. അതാണ് അവിടം വിട്ടിറങ്ങാൻ തീരുമാനിച്ചത്. പറയാതെ ഇറങ്ങി. ഈ കുഞ്ഞു മതി ഇനിയങ്ങോട്ട്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്നായിരുന്നു തീരുമാനം. എങ്കിലും ചങ്ക് പറയുന്ന പോലെ വേഗം റെയിൽവേ സ്റ്റേഷനിലെത്തി. നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു. വർഷങ്ങളായി അവിടവുമായി ഒരു ബന്ധവുമില്ല. ആരൊക്കെ ഉണ്ടെന്ന് പോലും അറിയില്ല. അവിടെയുള്ള ഒരു കസേരയിലിരുന്നു. മിഴികൾ നിർത്താതെ ഒഴുകിയിരുന്നു. പെട്ടെന്നാണ് തോളിൽ ആരോ കയ്യമർത്തിയത്. ഋഷി ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. പോവാണോ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു എന്ന് ചോദിച്ചു. അത്ഭുതത്തോടെ നോക്കി. ഡോക്ടർ വിളിച്ചു പറഞ്ഞതാണ് എല്ലാം. അവിടെ നിന്നും പോയതൊരു ക്ഷേത്രത്തിലേക്കായിരുന്നു. പോക്കറ്റിൽ നിന്നും താലിയെടുത്ത് അണിയിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. കേട്ടില്ല. ഞാൻ ചീത്തയായെന്ന് പറഞ്ഞു. ആ നെഞ്ചിലേക്ക് വീണു. ഈ മനസ്സ് അങ്ങനെയല്ലല്ലോ, അത് മതിയെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു അദ്ദേഹം. ഏറെ നാളായി ആ മനസ്സിലും ഞാനുണ്ടെന്ന് സർപ്രൈസ് തരാൻ വെച്ചിരിക്കുകയായിരുന്നു അത്രേ. അപ്പോഴാ അവളുടെ ഒരു ഇറങ്ങിപ്പോക്ക് എന്ന് പറഞ്ഞ് തലയ്ക്ക് കിഴുക്കി ചിരിച്ചും കരഞ്ഞും എൻ്റെ പ്രണയത്തെ മുറുകെ പിടിച്ചു ഞാൻ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.